നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഏലപ്പാറ 14-ാം വാർഡിലെ മേമല ടൈഫോയിഡ് എസ്റ്റേറ്റ് റോഡ് പൂർണ്ണമായും തകർന്നു. റോഡിന് ഇരുവശവും ഓടകൾ നിർമ്മിക്കാതെ ടാറിംഗ് നടത്തിയതാണ് റോഡ് അതിവേഗം തകരാൻ കാരണമായത്. നിലവിൽ കാൽനട യാത്ര പോലും അസാധ്യമായ രീതിയിലാണ് റോഡിന്റെ അവസ്ഥ. കുട്ടിക്കാനം മേമലയിൽ നിന്ന് ആരംഭിച്ച് ബോണാമി വാഗമൺ റോഡിൽ ചെന്നു ചേരുന്ന ഈ പാത കുട്ടിക്കാനത്ത് നിന്ന് വളരെ വേഗത്തിൽ വാഗമണിൽ എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാന ബൈപ്പാസ് റോഡ് കൂടിയാണ്. മുൻപ് തുടർച്ചയായി 3 തവണ ഏലപ്പാറ പഞ്ചായത്ത് കോടികൾ ചെലവഴിച്ച റോഡ് യാത്രായോഗ്യമാക്കിയിരുന്നു. എന്നാൽ കയറ്റവും ഇറക്കവും നിറഞ്ഞ ഈ റോഡിൽ ശാസ്ത്രീയമായി വെള്ളം ഒഴുക്കിവിടാൻ ഓടകൾ നിർമ്മിക്കാതിരുന്നതിനാൽ ഓരോ തവണയും നിർമ്മാണം കഴിഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ റോഡ് വീണ്ടും തകരുകയായിരുന്നു. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രദേശവാസികളാണ് നിത്യേന ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ദിവസേന സ്കൂൾ ബസ്സുകളും നിരവധി സ്വകാര്യ വാഹനങ്ങളും കടന്നുപോകുന്ന പാതയാണിത്. റോഡിന്റെ തകർച്ച കാരണം സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ദിവസേന എന്നോണം കേടുപാടുകൾ സംഭവിച്ച് വർക്ക്ഷോപ്പിലാകുന്നത് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതായി വാഹന ഉടമകൾ പറയുന്നു. നമ്മുടെ ഈ റോഡ് മേമല ഇരുന്നിട്ട് താഴോട്ട് ടൈഫോയിഡ് എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡ് 2-3 തവണ പണിത് എല്ലാ പ്രാവശ്യവും പൊളിഞ്ഞു പോകാം. ഇത് പൊളിഞ്ഞു പോകാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ സൈഡിൽ ഓട ഇല്ലാത്തതാണ്. ഈ ഓടയും കറക്റ്റായിട്ട് ശരിക്കിട്ട് പണിതിട്ട് ഈ റോഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ ഞങ്ങളിവിടെ കുറേ ആൾക്കാർ തൊഴിലാളികളും അകത്തുണ്ട്. ടൂറിസം മേഖലയ്ക്ക് വാഗമണ്ണിൽ മേമല ഇരുന്ന് ഏറ്റവും ഷോർട്ട് കട്ട് വഴിയാണിത്. ഇതിലെ കൂടി വണ്ടി കുറേ തവണ പണിത് വണ്ടിയും പോയി. നമ്മുടെ സ്കൂൾ പിള്ളേർ, അതായത് ടൈഫോയിഡ് LPS സ്കൂളിലും കുട്ടിക്കാനത്തിലെ ഏലപ്പാറ സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വണ്ടി ഇതിലെ കൂടി, ആ സ്കൂൾ ബസ്സും ഇതിലെ കൂടി ഓടുന്നുണ്ട്. നിരവധി തവണ പറയേണ്ട ആൾക്കാരോടൊക്കെ പറഞ്ഞ് നമ്മൾ പക്ഷേ ഈ റോഡ് ഇന്നും ശരിയാക്കുന്നില്ല. റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ട് ഇത് ആവശ്യമുള്ള, അതായത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തിച്ച് അവരിത് എത്രയും പെട്ടെന്ന് പണി തരണമെന്ന് നമ്മൾ ചോദിച്ചോളൂ. തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും അടക്കം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അധികൃതരുടെ കടുത്ത അവഗണനയുടെ നേർചിത്രമായി ഈ റോഡ് മാറിയിരിക്കുകയാണ്. പ്രദേശവാസികളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ റോഡിൽ അടിയന്തരമായി ഓടകൾ നിർമ്മിച്ച് പാത ശാസ്ത്രീയമായി പുനരുദ്ധരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.